ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം ഷെഫിൻ്റെ പാസ്തയാണ്. അപ്പം പാസ്ത എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് പാസ്ത ഇട്ട് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതാദ്യം കുറച്ചെടുത്ത് വേവിക്കും. അങ്ങനെ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പാസ്ത വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഞാൻ ഇനി ഇച്ചിരി ഒരു ഓയിലും കൂടെ ഒഴിക്കണം. നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം ഊറ്റിയെടുത്ത് കഴിയും. അപ്പോഴാണ് അത് സ്മൂത്തായിട്ട് വരുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഗൈസ്, നമ്മൾ ബട്ടറാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഇവിടെ നല്ല ബട്ടർ, അതായത് നന്ദിനിയുടെ ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് കുറച്ചധികം ഇട്ടിട്ടുണ്ട്, ഒരു ടേസ്റ്റ് വരും. പിന്നെ അതിനകത്ത് കുറച്ച് ഗാർലിക്കും ഒരു പച്ചമുളകും ഇട്ടു. ഇനി വേണമെങ്കിൽ ഇത്തിരി ക്യാരറ്റും അതുപോലെ ഒരു ബീൻസും കൂടെ അരിഞ്ഞത് ഒരു കളറാക്കാനായിട്ട്, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഇടാം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ട് അതൊരു ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് പാലൊഴിച്ച് അതൊന്ന് സോസി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഗൈസ്, നമ്മൾ കുറച്ച് മൈദ ഇട്ട് അതൊരു വൈറ്റ് സോസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലാണ് നമ്മൾ ഒഴിക്കേണ്ടത്. നമ്മളങ്ങനെ ഗുഡ് ലൈഫിൻ്റെ പാലൊക്കെ ഒഴിച്ച് നമ്മളിവിടെ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കും. ഇന്ന് കുറുകി വന്നു കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് പാസ്ത ഇടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബട്ടറും മൈദയെല്ലാം ചേർത്ത് സോസിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കുറച്ച് പോർഷനും അതൊരു ക്യാരറ്റും ഇട്ടിട്ടുണ്ട്, കളറാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറുകി ഏകദേശം വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പാസ്ത വേവിച്ചത് ഇടുകയാണ് ചെയ്യുന്നത്. പാസ്ത ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഉപ്പിട്ട് വേവിച്ചാണ്. അപ്പോൾ ഇതിനൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടും. അപ്പോൾ നമ്മൾ പാസ്ത എല്ലാം വെന്തിട്ടുണ്ട്. പാസ്ത വെന്ത് അതിനകത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഇറ്റാലിയൻ സീസണിങ്ങുമാണ് ഇടുന്നത്. അപ്പം വേവിച്ച് വെച്ച പാസ്ത നമുക്ക് ഇതിലേക്ക് ഇടും. വേവിച്ച് കഴുകി വാലയ്ക്ക് വെച്ച പാസ്തയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളർഫുള്ളായിട്ട് വന്നേക്കുന്നുണ്ട്. ഒരു ചെറിയ സോസോടുകൂടി ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഇറ്റാലിയൻ സീസണിങ് ഒക്കെ നമുക്കൊന്ന് പൊടിച്ചു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇറ്റാലിയൻ സീസണിങ് ഒക്കെ ഇട്ടു. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ഞാൻ അത് ഒന്നും കൂടി ഇടുകയാണ്, ഒരു ഗാർണിഷിങ് എഫക്റ്റിന് വേണ്ടിയിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, നല്ല സൂപ്പറാണ്. ഇറ്റാലിയൻ ടേസ്റ്റ് തന്നെ വരും. നമ്മൾ ഓർഗാനിക് കൂടെ ഇടുമ്പോൾ ഇറ്റാലിയൻ സീസണിങ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ പാസ്ത ഈസ് റെഡി. ബട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റ്, ബട്ടർ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, സൂപ്പർ. പിന്നെ ക്രഞ്ചി ആയിട്ട് ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഫസ്റ്റ് ഡിഷാണ് നമ്മളിന്ന് സെർവ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഞാൻ പാൽ കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട്, ഒരു കൂടി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഒരു ചീസും കൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ്. ഇത്തരം ഭയങ്കര ടേസ്റ്റാണ്. എന്നിരുന്നാലും ഞാൻ ഒരു ചീസ് സ്ലൈസ് കൂടെ അതിൻ്റെ കൊടുത്ത് ഇടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് ചീസ് സ്ലൈസ്. ഇവിടെ കിടന്ന് മെൽറ്റായി കഴിയുമ്പോൾ എന്തായിരിക്കും അറിയാം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ വൺസ് ഇൻ എ വൈൽ നമുക്കും ഒരു ഇറ്റാലിയൻ ഡിഷ് കഴിക്കണ്ടേ? ഹോട്ടലിലൊന്നും പോകാതെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഉണ്ടോ, എന്ത് ടേസ്റ്റ്, യമ്മി എല്ലാം കഴിക്കാനായിട്ട് തോന്നുകയല്ലേ? ആ ക്രഞ്ചിനെസ്സൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇത് പിന്നെ ചൂടോടെ കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റായതിനോട് ചേർന്ന് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി സർവിങ് ഡിഷിലേക്ക്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചീസി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ ടേസ്റ്റിയാണ്, വളരെ യമ്മിയാണ്. തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ. താങ്ക് യു.